അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ഒരു സൈൻ എക്സോ കോസ് എക്സോ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ബാക്കി 5 കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. പിന്നെ ഇനിയുള്ളത് കുറേയേറെ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസൊക്കെ നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് എപ്പം ചോദിച്ചാലും പറയാൻ പാകത്തിന് പഠിച്ചിരിക്കണം. അത് അത്യാവശ്യമാണ്. ഈ വർഷവും അടുത്ത വർഷങ്ങളിലും ഒക്കെ വേണ്ടതാണ്. ആ റിസൾട്ടുകളെല്ലാം നിങ്ങൾ പഠിക്കണം. അങ്ങനെയുള്ള റിസൾട്ടുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ റിസൾട്ട് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ, ഒരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ ആ ഇക്വേഷൻസ് എല്ലാം കാണാതെ അറിയാമായിരിക്കണം. അപ്പം നിങ്ങളുടെ മുമ്പിൽ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളത് കാണാതെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ എല്ലാം കാണാതെ പഠിക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഇപ്പോൾ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ആംഗിൾസ് എക്സും വൈയും എടുത്താൽ, അതായത് ഒരു ആംഗിൾ എക്സ്, അടുത്ത ആംഗിൾ വൈ, 2 ആംഗിൾ എടുത്താൽ നമുക്ക് അതിൻ്റെ സമ്മ് എക്സ് പ്ലസ് വൈയും എടുക്കാം, ഡിഫറൻസ് എക്സ് മൈനസ് വൈയും. അപ്പം ഇക്വേഷൻസ് ബേസ്ഡ് ഓൺ സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 ആംഗിൾസ് ആണ്. സം ആൻഡ് ഡിഫറൻസ്, സം എന്ന് പറഞ്ഞാൽ തുക എക്സ് പ്ലസ് വൈ, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും വരുമ്പോഴുള്ള സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും, സൈനും കോസും ടാനും പഠിച്ചാൽ മതി, കോട്ടും കൂടെ എഴുതി തന്നിട്ടുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എങ്കിലും സൈനും കോസും ടാനും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, അതുപോലെ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, അങ്ങനെ ആ 6 ഇക്വേഷൻസ് എന്താണെങ്കിലും കാണാതെ പഠിക്കണം. അത് നമുക്ക് ഒത്തിരി ആവശ്യമുള്ളതാണ്, അത് പഠിക്കണം. അതിൻ്റെ പ്രൂഫൊന്നും നിങ്ങൾ പഠിക്കണ്ട. പ്രൂഫ് ഉണ്ട്, പക്ഷെ അത് എടുക്കുന്നുമില്ല. ഇതെടുത്താലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതിൻ്റെ ആവശ്യമില്ല, അത് ചോദിക്കൊന്നുമില്ല. നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഇക്വേഷൻസ് മാത്രമേ എഴുതി തരുന്നുള്ളൂ, അത് നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. അതായത് എക്സ് പ്ലസ് വൈ വരുമ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്നൊന്നും എഴുതാൻ പറ്റത്തില്ല. ട്രിഗ്നോമെട്രിയ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ കാണാതെ പഠിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. സൈൻ എക്സും കോസ് വൈയും തീർന്നില്ല, പ്ലസ് തിരിച്ച് ഇവിടെ സൈനിൻ്റെ കൂടെ ഇല്ല എക്സ്, ഇത് തിരിച്ച് സൈനിൻ്റെ കൂടെ വൈ, സൈൻ വൈ കോസ് എക്സ്. സൈൻ എക്സ് കോസ് വൈ പ്ലസ് നമുക്ക് കോസ് ആദ്യം എഴുതാം, എക്സിൻ്റെ ആദ്യം എഴുതാം. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇതാണ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈയുടെ എക്സ്പാൻഷൻ. തിരിച്ച് കളയരുത്. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇനി ഇതുപോലെ ഡിഫറൻസ് എക്സ് മൈനസ് വൈ വരുന്നു, അത് എളുപ്പമാണ്. ഒരെണ്ണം പഠിച്ചാൽ അടുത്ത് എളുപ്പമാണ്. സൈൻ ഓഫ് എക്സ് മൈനസ് വൈ വരുമ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എക്സ് പ്ലസ് വൈ വന്നപ്പോൾ നടുക്ക് പ്ലസ്, എക്സ് മൈനസ് വൈ വരുമ്പോൾ നടുക്ക് മൈനസ്, ആ അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ബാക്കിയെല്ലാം സെയിം ആണ്. സൈൻ എക്സ് കോസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ വരുമ്പോൾ നടുക്ക് മൈനസ് വരണം, ബാക്കി സെയിം ആണ്. കോസ് എക്സ് സൈൻ വൈ. അപ്പോൾ ഇത് കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈയും സൈൻ ഓഫ് എക്സ് മൈനസ് വൈ വരുമ്പോൾ സിമിലർ ആണ്. ഒരെണ്ണം സൈൻ എക്സ് കോസ് വൈ, അടുത്തത് തിരിച്ച് കോസ് എക്സ് സൈൻ വൈ. പ്ലസ് വരുമ്പോൾ നടുക്ക് പ്ലസ്, മൈനസ് വരുമ്പോൾ നടുക്ക് മൈനസ്. അപ്പോൾ സൈൻ വരുമ്പോൾ സൈനും കോസും കൂടെ മിക്സ് ചെയ്താൽ വരുന്നത്, സൈനും കോസും കൂടെ. ഇനി അടുത്തത് കോസിന്റെ വാല്യൂ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പോൾ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ സൈനും കോസും കൂടെ മിക്സ് ചെയ്തല്ലേ വന്നിട്ടുള്ളത്. അപ്പം കോസ് വരുമ്പോൾ രണ്ടും കോസ് രണ്ടും സൈൻ മിക്സ് ചെയ്തല്ല വരുന്നത്, ഒരെണ്ണം തന്നെ കോസ് രണ്ടും സൈൻ രണ്ടും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ് എക്സ് കോസ് വൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആണ്. സൈനിന്റെ കേസിൽ പ്ലസിന് പ്ലസ് മൈനസിന് മൈനസ് ആയിരുന്നു. പക്ഷെ കോസിന്റെ കേസിൽ തിരിച്ചാണ്, പ്ലസ് വരുമ്പോൾ നടുക്ക് മൈനസ്. അപ്പോൾ കോസ് എക്സും കോസ് വൈ വരുന്നു, അടുത്ത സൈൻ എക്സും സൈൻ വൈ. ഇങ്ങനെ ഒരു കണക്ട് ചെയ്ത് പഠിക്കുക, ചുമ്മാതെ കാണാതെ പഠിക്കുക, ഒരു റിലേഷൻ കീപ്പ് ചെയ്ത്. അപ്പോൾ സൈൻ വരുമ്പോൾ ഒരെണ്ണം സൈൻ ഒരെണ്ണം കോസും ആണ്, പ്ലസിന് പ്ലസ് മൈനസിന് മൈനസ്. കോസ് വരുമ്പോൾ രണ്ടും കോസ് രണ്ടും സൈൻ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പ്ലസിന് മൈനസ് ആണ്, അപ്പോൾ മൈനസിന് ഓട്ടോമാറ്റിക്കലി പ്ലസ് ആയിക്കോളും. ഇതുപോലെ തന്നെ അടുത്തത് കോസ് ഓഫ് എക്സ് മൈനസ് വൈ വരുമ്പോൾ കോസ് എക്സ് കോസ് വൈ, മൈനസിന്റെ സ്ഥാനത്ത് പ്ലസ്, ഇവിടെ മൈനസ് വരുമ്പോൾ പ്ലസ് വരും, ആ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. സൈൻ എക്സ് സൈൻ വൈ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ വരുമ്പോൾ സൈൻ എക്സ് കോസ് വൈ, പ്ലസ് പ്ലസ് മൈനസ് മൈനസ്, കോസ് എക്സ് സൈൻ വൈ രണ്ടും. ഇനി കോസ് വരുമ്പോൾ രണ്ടും കോസും രണ്ടും സൈനുമാണ്. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പോൾ കോസ് എക്സ് കോസ് വൈ, നടുക്ക് മൈനസ്, പ്ലസിന് മൈനസ് ആണ്, സൈൻ എക്സ് സൈൻ വൈ. അതുപോലെ തന്നെ കോസ് ഓഫ് എക്സ് മൈനസ് വൈ വരുമ്പോൾ കോസ് എക്സ് കോസ് വൈ പ്ലസ് വരും, സൈൻ എക്സ് സൈൻ വൈ. അപ്പോൾ സൈനിൻ്റെതായി കോസിൻ്റെതായി ടാനിൻ്റെത് കൂടെ കാണാൻ പഠിച്ചാൽ മതി. കോട്ടിൻ്റെത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ചെയ്ത് എഴുതി കാണിക്കാം. അപ്പം ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പോൾ
ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പോൾ എളുപ്പമുണ്ട്. മേളിൽ ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ഡിനോമിനേറ്ററും കൂടി ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ വരുമ്പോൾ ഇപ്പൊ ഇവിടെ പ്ലസ് വരുമ്പോൾ മേളിൽ പ്ലസ് ആണ്, താഴെ 1, ഇവിടെ മൈനസ് വരും. എക്സ് പ്ലസ് വൈ വരുമ്പോൾ മേളിൽ പ്ലസും താഴെ മൈനസും. ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഇതാണ്. അതായത് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. അപ്പം പ്ലസ് വരുമ്പോൾ മേളിൽ പ്ലസ് താഴെ മൈനസ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ടാൻ ഓഫ് എക്സ് മൈനസ് വൈ, ഇതിന് സിമിലറാ. ടാൻ ഓഫ് എക്സ് മൈനസ് വൈ വരുമ്പോൾ എക്സ് മൈനസ് വൈ അല്ലേ, അപ്പൊ മേളിൽ എക്സ് ടാൻ എക്സ് മൈനസ് ടാൻ വൈ വരും. താഴെ നേരെ തിരിച്ച് 1 പ്ലസ് വരും, ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. അപ്പൊ രണ്ടും സിമിലർ ആണ്, സൈനിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ വരുമ്പോൾ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. മൈനസ് വരുമ്പോൾ ടാൻ എക്സ് മൈനസ് ടാൻ വൈ, അപ്പം താഴെ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ വരും. അങ്ങനെ വരും. ഇത്രയും ഈ 6 ഇക്വേഷൻസ് നിങ്ങൾ എന്താണേലും കാണാതെ പഠിക്കണം. ഇനിയും കാണാതെ പഠിക്കേണ്ട ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. കോട്ട് നിങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, കോട്ട് കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കാര്യമായിട്ടില്ല. സൈനും കോസും ടാനും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഈ കോട്ടിൻ്റെതും കൂടി എങ്ങനെ വരും എന്ന് ഞാൻ കാണിച്ചു തരാം. കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ, കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ ടാനിന്റെ റെസിപ്രോക്കൽ അല്ലേ കോട്ട്, അപ്പം ടാൻ തിരിച്ചിടുന്ന പോലെ ഇരിക്കും കോട്ട്. അപ്പൊ ഇവിടെ ചെറിയ വ്യത്യാസം വരും. ഇതുണ്ടോ, ഇവിടെ സെക്കൻഡ് എഴുതിയ ഫസ്റ്റും ഫസ്റ്റ് എഴുതിയ സെക്കൻഡും ആയി പോകും. അപ്പൊ കോട്ട് ഓഫ് എക്സ് പ്ലസ് വരുമ്പോൾ ഇവിടെ 1 മൈനസ് അല്ലായിരുന്നോ, അപ്പൊ മേളില് 1 മൈനസ് കോട്ട് എക്സ് കോട്ട് വൈ ബൈ താഴെ ഇപ്പം വൈ ആദ്യം എഴുതും, ടാൻ വൈ, ടാൻ അല്ല കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. ഇതാണ് കോട്ട് ഓഫ് എക്സ് മൈനസ് വൈയുടെ ഇക്വേഷൻ. കോട്ട് എക്സ് കോട്ട് ഇവിടെ എന്ത് താഴത്തേത് തിരിഞ്ഞില്ലല്ലോ, താഴത്തേതും കൂടെ തിരിയണമായിരുന്നു. അതായത് ഞാനിത് അതേപടിയല്ലേ എഴുതിയത്, തിരിഞ്ഞു പറഞ്ഞു, രണ്ടും തിരിയണം എന്ന് പറഞ്ഞായിരുന്നു. ഞാനത് താഴത്തെ തിരിച്ചില്ല, 1 മൈനസ് എന്നുള്ളത് തിരിച്ചു വരേണ്ടത്. കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1, കോട്ട് എക്സ് ഇപ്പം രണ്ടും തിരിയും. 1 മൈനസ് എന്നുള്ള തിരിഞ്ഞു വരണം, കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1. താഴെ ഇതുപോലെ ന്യൂമറേറ്റർ ഇപ്പൊ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ഇവിടെ കോട്ട് എക്സ് പ്ലസ് കോട്ട് വൈ ആദ്യം എഴുതണം. ഇവിടെ കുഴപ്പമില്ല, കോട്ട് എക്സ് ആദ്യം എഴുതിയാലും കുഴപ്പമില്ല, കോട്ട് വൈ ആദ്യം എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ കോട്ട് ഓഫ് എക്സ് മൈനസ് വൈയുടെ കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. ഇതുപോലെ തന്നെ അടുത്തത് നിങ്ങൾക്ക് എഴുതാം, കോട്ട് ഓഫ് എക്സ് മൈനസ് വൈ. അപ്പം കോട്ട് എക്സ് കോട്ട് വൈ പ്ലസ് വരും, പ്ലസ് 1 ബൈ താഴെ ഇപ്പം മൈനസ് കോട്ട് വൈ മൈനസ് കോട്ട് എക്സ്. ഇതാണ് കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈയും കോട്ട് ഓഫ് എക്സ് മൈനസ് വൈയുടെ ഇക്വേഷൻ. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സൈനും കോസും ടാനും ആ 6 ഇക്വേഷൻസ് ഉറപ്പായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ആ 6 ഇക്വേഷൻസ്, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് മൈനസ് വൈ, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, ടാൻ ഓഫ് എക്സ് മൈനസ് വൈ. കോട്ട് നിങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇക്വേഷൻസ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കുറേ റിഡക്ഷൻ ഫോർമുല ഉണ്ട്. റിഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞ ഒരു കേൾക്കുമ്പോൾ ഞെട്ടണ്ട, ഒരു ക്വാർട്ടറില് 2 സെറ്റ് ആവും. 6 ഇൻറ്റു 2 6 സൈൻ തൊട്ട് കൊസിക്ക് ഒരു 6 ഉണ്ടല്ലോ, അതുകൂടെ 2 സെറ്റ് 12 എണ്ണം വരും. അതുപോലെ 4 ക്വാർട്ടറിന് 48 ഇക്വേഷൻ വരും. അത് നിങ്ങളെ കൊണ്ട് കാണാതെ പഠിക്കാനൊന്നും പറ്റത്തില്ല, ആരും വിചാരിച്ചാലും കാണാതെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ അത് പഠിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്, ഒരു ട്രിക്കുണ്ട്. നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, അത് വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതായത് 4 ക്വാർട്ടറിലുണ്ട് നമുക്ക്. അതിന് മുമ്പ് അതിൻ്റെ 1-2 എങ്ങനെ ഇത് ആൻസർ എങ്ങനെ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. ക്വാർട്ടറിൻ്റെ ആദ്യം പറയാം. ഇത് നോക്കുക, നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഇത് ഈ ആംഗിള്, നമ്മൾ ആംഗിൾ എപ്പോഴും പോസിറ്റീവ് എക്സൈസ് തൊട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പം പോയിന്റ് പോസിറ്റീവ് എക്സൈസിലാണ് ആംഗിൾ 0 വരും. ഒന്ന് കറങ്ങി റൗണ്ട് അടിച്ച് വന്നാൽ 2π വരും. അപ്പം ഇതിന് നേരെ വരുമ്പോൾ ആംഗിള് എക്സൈസ് തൊട്ട് എക്സൈസ് ഒരു ആംഗിൾ 0 ഇല്ലേ, 0 ആണ്. പക്ഷെ ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ തന്നെ വരും. ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ തന്നെ വരുമ്പോൾ ആംഗിൾ 360, അതായത് 2π ആണ്. അപ്പം ഇവിടെ വരുമ്പോൾ 0യും വരാം 2πയും വരാം. ഇനി ഇവിടെ y ആക്സിസിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ആംഗിൾ ഉണ്ടോ, ഇവിടുന്ന് ഇവിടം വരെ 90 π/2 വരും. ഇനി ഇവിടെ നെഗറ്റീവ് എക്സൈസ് വരുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ അളക്കണം. ഇവിടെ തൊട്ട് ഇവിടെ വരെ അളക്കുമ്പോഴത്തേക്കും ആംഗിൾ π 180 വരും കേട്ടോ. ഇനി ഇവിടെ നിങ്ങളുടെ ഈ ആക്സിസിൽ വരുമ്പോഴത്തേക്കും ആംഗിൾ ഇവിടെ വരെ വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് 270 വരും, അതായത് 3π/2. അപ്പം ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓരോ
ആക്സിസിന്റെ നേരെയുള്ള ആംഗിൾസ്, ഈ ആംഗിൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പോസിറ്റീവ് എക്സ് ആക്സിസ് 0 π, ഇവിടെ വരുമ്പോഴത്തേക്കും 90 ആവും, π/2. ഇവിടെ വരുമ്പോൾ 180 π ആവും, ഇവിടെ വരുമ്പോൾ 270 3π/2 വരും. പിന്നെ ഇത് ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം. 0+ നമ്മൾ എഴുതേണ്ട ഇതുണ്ടോ, ഇവിടെ വരെ π/2, ഇവിടെ തൊട്ട് ഇവിടെ വരെ π/2. ഫസ്റ്റ് ക്വാഡ്രന്റ് π/2 കുറവാ, π/2 കുറവ്. അപ്പൊ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇതുണ്ടോ, ഈ ആംഗിൾ 0 തൊട്ട് π/2 വരെ, π/2 വരെ എക്സ് π/2 കുറവല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ സെക്ഷൻ മുഴുവൻ π/2 നിന്ന് കുറവ് -x എന്ന് എഴുതാം. ഈ ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഫുള്ള് 90 നിന്നും കുറവ്, ആ കുറവായിട്ട് വരുന്ന കഴിഞ്ഞാൽ നമ്മൾ എക്സ് എഴുതും. 90 കുറവ് π/2 -x എന്ന് എഴുതാം. ഇനി അത് നോക്കാം, 2π വെച്ച് എഴുതാം. ഈ ഫുൾ ആംഗിൾ 2π അല്ലേ, 2π ഇച്ചിരി കൂടെ കൂടുമ്പോഴത്തേക്കും 2π+ ആകും. ഫസ്റ്റ് ക്വാഡ്രന്റ് ഈ രണ്ട് രീതിയിൽ എഴുതാം. π/2 90 കുറവ് വന്നാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ഫസ്റ്റ് ക്വാഡ്രന്റ് 0 തൊട്ട് 90 വരെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, 0 തൊട്ട് 90 90 വരെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പം 90 കുറവ് വന്നാൽ π/2 -x എന്ന് 90 കുറവാണ്, അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. പിന്നെ 2π എന്നുള്ള ഫുള്ള് 0 വന്നിരിക്കുക. ഇനി കൂടിയാൽ 2πയുടെ കൂടെ കൂടിയാൽ 2π+x എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിനെ വരും. അതുപോലെ സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കുക. സെക്കൻഡ് ക്വാഡ്രന്റ് ഇവിടെ വരെ π/2, ഇങ്ങോട്ടൊരു പ്ലസ് വരും, π/2 പ്ലസ് വരും. അപ്പം π/2 + x സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. π/2 എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, പ്ലസ് വരുമ്പോഴത്തേക്കും സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരും, ഈ സെക്ഷനിലേക്ക് വരും. അതുപോലെ ഇവിടെ പയ്യ ഇത്രയും വരെ, ഇവിടെ തൊട്ട് ഇവിടെ വരെ പയ്യ, അവിടെ നിന്ന് കുറയുമ്പോൾ π-x സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ 90+ ഉണ്ട്, 90+ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. ഈ എക്സിന്റെ വാല്യൂ 0യുടെയും 90ന്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂസ് കേട്ടോ. അതുപോലെ 180 നിന്ന് കുറഞ്ഞാലും അത് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും, 180 നിന്ന് കുറവ് വന്നാലും സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. തേർഡ് ക്വാഡ്രന്റിലേക്ക് വന്നാൽ, തേർഡ് ക്വാഡ്രന്റ് ഇവിടെ വരെ π അല്ലേ, π+ വരണം തേർഡ് ക്വാഡ്രന്റിലേക്ക് വരണമെങ്കിൽ ഇവിടെ വരെ π+ വരണം, അതായത് π+x. അതുപോലെ വേണേ ഇവിടെ തൊട്ട് ഇവിടെ വരെ 270 3π/2 ആണ്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലേക്ക് വന്നാൽ കുറയണം, 3π/2 -x. അപ്പം π+x 3π/2 -x സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് വരും. ഫോർത്തിൽ വരുമ്പോഴത്തേക്കും, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരെ 3π/2 270 പ്ലസ് വരണം, 3π/2 +x. അല്ലെങ്കിൽ ഇവിടെ വരെ 2π കുറയണം, 2π -x. അപ്പൊ ഇത് ഓർത്തിരുന്നോണം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ π/2 -x 2π+x വരാം. ഇതിൽ നിന്ന് കുറവ്, ഇവിടെ നിന്ന് കൂടുതൽ. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് കൂടുതൽ, π കുറവ്, π/2 +x π-x. തേർഡിൽ വരുമ്പോൾ π കൂടണം, π+x. 3π/2 കുറയണം, 3π/2 -x. ഫോർത്ത് ക്വാഡ്രന്റിൽ 3π/2 കൂടുതൽ, 3π/2 +x. അല്ലെങ്കിൽ 2π കുറവ്, 2π -x. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചോണ്ട് ഇത് ഓരോന്നിന്റെ സൈന് കോസ് π/2 -x വരുമ്പോൾ സൈൻ എടുക്കാം, sin π/2 -x, cos π/2 -x, അങ്ങനെ ഒരു 6 ഇക്വേഷൻ. അതുപോലെ 2π+x നമുക്ക് എടുക്കാം, 2π+x എടുത്താലും അതുപോലെ 6. അപ്പൊ അങ്ങനെ ഇവിടെ 12, അങ്ങനെ ടോട്ടൽ 48 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. പക്ഷെ ആ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം, കാണാതൊന്നും പഠിക്കേണ്ടത്. നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റത്തില്ല, തെറ്റിപ്പോവും. കാണാതെ പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷെ അത് കാണാതെ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് എഴുതാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, ഇത് അറിഞ്ഞിരിക്കുക. അപ്പോൾ 1-2 എക്സാമ്പിൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 1-2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആ വാല്യൂസ് എല്ലാം നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതായത് sin π/2 -x, sin π/2 -x നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. നമുക്ക് ഇപ്പം നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടില്ലേ, sin of x - y. sin of x - y ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? സൈൻ വരുന്നു മൈനസാ, സൈനിന്റെ കേസിൽ മൈനസ് അല്ലെങ്കിൽ നടുക്ക് മൈനസാ. സൈൻ വരുമ്പോൾ സൈനും കോസും മിക്സ് ചെയ്താൽ വരണ്ടേ. അപ്പൊ നമുക്ക് മിക്സ് ചെയ്ത് എഴുതാം, sin x cos y. മൈനസ് ആയതുകൊണ്ട് നടുക്ക് മൈനസ് cos x sin y. ഇനി നോക്കാം, എക്സിന്റെ സ്ഥാനത്ത് π/2 ആണ് നിൽക്കുന്നത്, വൈയുടെ സ്ഥാനത്ത് x ആണ് നിൽക്കുന്നത്. അത് അവിടെ കൊടുക്കാം. സൈൻ എക്സിന്റെ സ്ഥാനത്ത് π/2 കൊടുക്കാം, വൈയുടെ സ്ഥാനത്ത് x കൊടുക്കാം. x - y വരെ എക്സിന്റെ സ്ഥാനത്ത് π/2 കൊടുത്തു, വൈയുടെ സ്ഥാനത്ത് x കൊടുത്തു. മൈനസ് തിരിച്ചു, എക്സിന്റെ സ്ഥാനത്ത് cos π/2, വൈയുടെ സ്ഥാനത്ത് sin x. നമുക്കറിയാം sin π/2 cos π/2 വാല്യൂസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. sin π/2 വാല്യൂ അറിയാമോ? sin π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു cos x വരുന്നതായി. മൈനസ് cos π/2 വാല്യൂ അറിയാമോ? ദാറ്റ് ഈസ് 0 ഇൻറ്റു sin x.
അപ്പോൾ നമുക്ക് 1 ഇൻറ്റു കോസ് എക്സിൻ്റെ കോസ് എക്സ് മൈനസ് 0 വരും, അതായത് കോസ് എക്സ് വരും. അപ്പം സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കോസ് എക്സ് കിട്ടും. അതിൽ കോസ് പൈ ബൈ 2 മൈനസ് എക്സും ടാൻ പൈ ബൈ 2 മൈനസ് എക്സും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ആ ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. ഇനി വേറെ ഒന്നും ചെയ്യാം. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ്, കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എഴുതണേ കോസ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ വേണം. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ നമുക്കറിയാം കോസ് എക്സ് കോസ് വൈ പ്ലസ് വരുമ്പോൾ നടുക്ക് മൈനസ് ആണ്. സൈൻ എക്സ് സൈൻ വൈ, കോസും കോസും സൈനും സൈനും അങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് അല്ലേ ചെയ്യുന്നത്, പൈ ബൈ 2 പ്ലസ് എക്സ്. അപ്പോൾ എക്സിന് വരെ പൈ ബൈ 2 വൈക്ക് വരെ എക്സും കൊടുത്താൽ മതി. അപ്പം കോസ് പൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ പൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ്. ഇനി വാല്യൂസ് കൊടുക്കുക. കോസ് പൈ ബൈ 2 നമ്മളിപ്പം പറഞ്ഞത് 0 ഇൻറ്റു കോസ് എക്സ്, അതൊന്ന് മൈനസ് സൈൻ പൈ ബൈ 2ൻ്റെ വാല്യൂ മൈനസ് 1 ആണ്, സൈൻ പൈ ബൈ 2 1 ആണ് ഇൻറ്റു സൈൻ എക്സ്. ആൻസർ നമുക്ക് ആദ്യത്തെ 0 ആയപ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്ന് വരും. കണ്ടോ, കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എടുത്തത് മൈനസ് സൈൻ എക്സ് കിട്ടി. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് 48 എണ്ണവും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻസ് വെച്ച് അങ്ങ് ചെയ്താൽ മതി. സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് മൈനസ് വൈ എല്ലാം ഉണ്ടല്ലോ. അപ്പം അതിനനുസരിച്ച് അതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ കണ്ടുപിടിക്കാം. ഇനി നമ്മളത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനൊന്നും പോലെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എഴുതി തരുന്ന റിസൾട്ട് ശരിയാണോ എന്ന് വേണേൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇനി നമ്മളിതെല്ലാം എങ്ങനെയൊന്നും കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്, പക്ഷേ കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് മൈനസ് സൈൻ എക്സ്. ചിലയിടത്ത് പോസിറ്റീവ് വരാം, ചിലയിടത്ത് നെഗറ്റീവ് വരാം. അപ്പം അതെങ്ങനെയാണെന്നൊക്കെ അത് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അതിനൊരു ട്രിക്കുണ്ട്, ആ ട്രിക്ക് ഓർത്തിരിക്കുക. അതായത് ഇവിടെ ഇപ്പം പൈ ബൈ 2 ഉണ്ട്, പൈ ഉണ്ട്, 3 പൈ ബൈ 2 ഉണ്ട്, 2 പൈ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എക്സ് ആക്സിസിൽ വരുന്നത് പൈയും 2 പൈയും ആണ്. ഇവിടെ വരുമ്പോൾ 0യും 2 പൈയും വരുന്നത്, ഇവിടെ വരുമ്പോൾ പൈ വരും. വൈ ആക്സിസിൽ വരുമ്പോൾ പൈ ബൈ 2ഉം 3 പൈ ബൈ 2 ആണ് വരുന്നത്. എക്സ് ആക്സിൽ 180 360 പൈയും 2 പൈയും. വൈ ആക്സിൽ 90 270 പൈ ബൈ 2 3 പൈ ബൈ 2. ഈ പൈ ബൈ 2 3 പൈ ബൈ 2 വരുമ്പോൾ പൈ ബൈ 2ഉം 3 പൈ ബൈ 2ഉം വെച്ചിട്ടുള്ള ഇക്വേഷൻസ് വരുമ്പോൾ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ട്, ഫംഗ്ഷൻ മാറും. സൈൻ എന്നുള്ളത് എക്സ് നോക്കണ്ട, സൈൻ എന്നുള്ളത് കോസ് ആയിട്ട് മാറും. തിരിച്ചും കോസ് എന്നുള്ളത് സൈൻ ആയിട്ട് മാറും. സൈനും കോസും അങ്ങോട്ടും ഇങ്ങോട്ടും. സൈനിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ ആൻസർ കോസ് ആവും, കോസിൻ്റെ ഇക്വേഷൻ വന്നാൽ ആൻസർ സൈൻ ആവും. അതുപോലെ ടാൻ വന്നാൽ ടാനും കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ടാനൊക്കെ കോട്ടായിട്ട് മാറും, കോട്ടൊക്കെ ടാനായിട്ട് മാറും. അതുപോലെ സീക്ക് എന്ന് പറയുന്നത് കൊസീക്കായിട്ട് മാറും, കൊസീക്ക് എന്ന് പറയുന്നത് സീക്കായിട്ട് മാറും. ഇങ്ങനെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും, ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. അതായത് പൈ ബൈ 2ഉം 3 പൈ ബൈ 2ഉം വരുമ്പോൾ മാത്രം പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 മൈനസ് എക്സ്, അതുപോലെ 3 പൈ ബൈ 2 പ്ലസ് എക്സ്, 3 പൈ ബൈ 2 മൈനസ് എക്സ്, അതിൻ്റെയൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ സൈനിൻ്റെ ആണ് കാണുന്നതെങ്കിൽ അത് കോസ് ആയിട്ട് മാറും, കോസിൻ്റെ ആണ് കാണുന്നതെങ്കിൽ സൈൻ ആയിട്ട് മാറും. ടാൻ കാണുവാണെങ്കിൽ കോട്ടാവും, കോട്ട് ടാൻ ആവും. സീക്ക് കൊസീക്കാവും, കൊസീക്ക് സീക്കാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. ഇനി പയ്യോ 2 പയ്യോ വന്നാൽ നോ ചേഞ്ച്. പൈയുടെ കേസും 2 പൈയുടെ, അതായത് സൈൻ പൈ പ്ലസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ്, അങ്ങനെ വരുന്ന അത് സൈനോ കോസ് എന്താണെങ്കിലും ഫംഗ്ഷന് ചേഞ്ച് ഇല്ല. സൈനിൻ്റെ ആൻസർ സൈൻ തന്നെയാണ്. നിങ്ങളിപ്പോൾ സൈൻ പൈ മൈനസ് എക്സോ സൈൻ പൈ പ്ലസ് എക്സോ കണ്ടുപിടിച്ച് നോക്കുക. ഒന്നെങ്കിൽ സൈൻ എക്സ് ആയിരിക്കും, പ്ലസ് സൈൻ എക്സ് വരും, അല്ലെങ്കിൽ മൈനസ് സൈൻ എക്സ് വരും, പ്ലസ് അല്ലെ മൈനസ്. ബാക്കി ഫംഗ്ഷന് ചേഞ്ച് ഇല്ല. സൈൻ തന്നെയായിട്ടിരിക്കും, കോസ് തന്നെയായിട്ടിരിക്കും, ടാൻ തന്നെ. പൈയും 2 പൈയും എക്സ് ആക്സിസിലുള്ള പയ്യോ 2 പയ്യോ വന്നാൽ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല. പക്ഷേ വൈ ആക്സിസിലുള്ള പൈ ബൈ 2ഉം 3 പൈ ബൈ 2ഉം വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. സൈനും കോസും മാറും, ടാനും കോട്ടും മാറും, സീക്കും കോസിക്കും പരസ്പരം മാറും. അത് ശ്രദ്ധിക്കുക. പിന്നെ ചിഹ്നമാണ് ഇവിടെ, സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അതിന് നമ്മുടെ ASTC നോക്കിയാൽ മതി. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള പൈ ബൈ 2 മൈനസ് എക്സും 2 പൈ പ്ലസ് എക്സും ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ പോസിറ്റീവാണ്. അത് വെച്ച് എന്ത് ചെയ്താലും ആൻസർ പോസിറ്റീവേ കിട്ടുള്ളൂ. പൈ ബൈ 2 മൈനസ് എക്സ് വെച്ച് ഏത് ചെയ്താലും ഫുള്ള് പോസിറ്റീവ്. 2 പൈ മൈനസ് എക്സ് 2 പൈ പ്ലസ് എക്സ് വെച്ച് 2 പൈ പ്ലസ് എക്സും ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ളതല്ലേ, അത് വെച്ച് ഏത് ചെയ്താലും ഫുള്ള് പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ പൈ ബൈ 2 പ്ലസ് എക്സ് അല്ലേ, പിന്നെ പൈ മൈനസ് എക്സ്. ഇതിന്റെ രണ്ടിനെയും കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. സൈനും കൊസൈക്കും ഓട്ടോമാറ്റിക്കലി കൊസൈക്ക് പോസിറ്റീവ്, സൈനും കൊസൈക്ക് മാത്രമേ പോസിറ്റീവ് വരുള്ളൂ. ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. നമ്മളിപ്പോൾ കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ചെയ്തില്ലേ, കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് ചെയ്തപ്പോൾ മൈനസ് സൈൻ എക്സ് അല്ലേ കിട്ടിയത്. അപ്പോൾ കോസ് അവിടെ നെഗറ്റീവാണ്. അപ്പം സൈനും കൊസൈക്ക് ഒഴികെ ബാക്കി ഫുള്ള് സെക്കൻഡ് ക്വാർട്ടറിൽ നെഗറ്റീവാണ്. അതുപോലെ തേർഡ് ക്വാർട്ടറിൽ വരുമ്പോൾ ടാനും കോട്ടും ഒഴികെ ബാക്കി ഫുള്ള് നെഗറ്റീവ്. ഫോർത്ത് ക്വാർട്ടറിൽ വരുമ്പോൾ
കോസും സിക്കും ഒഴികെ ബാക്കി ഫുള്ള് നെഗറ്റീവ്. ആ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. ഫസ്റ്റ് ASTC ഓർത്തിരിക്കുക. പിന്നെ π/2 3/2 വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച്, പൈയും 2π വരുമ്പോൾ നോ ചേഞ്ച്. അവിടെ ചിഹ്നം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പം അത് വെച്ച് നമ്മൾ ഈ 48 ഇക്വേഷനും എഴുതാൻ പോവാണ്. അപ്പം ആദ്യം ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ എഴുതാം. ഫസ്റ്റ് ക്വാഡ്രന്റ് എഴുതാൻ പോകണം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓർക്കുക π/2 - x-ഉം 2π + x-ഉം ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ. π/2 - x-ഉം 2π + x-ഉം പിന്നെ ഓൾ പോസിറ്റീവ്, എല്ലാം അവിടെ പോസിറ്റീവാണ്. π/2 - x ഉണ്ട്, 2π + x-ഉം ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള സംഗതികളാണ്. അവിടെ എല്ലാം പോസിറ്റീവാണ്. അപ്പം നമുക്ക് നോക്കാം. അതായത് സൈൻ π/2 - x എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ എഴുതുക. കോസ് π/2 - x, ടാൻ π/2 - x, കോട്ട് π/2 - x, സീക്ക് π/2 - x, കൊസീക്ക് π/2 - x. എല്ലാം ഇവിടെ നോക്കുക. π/2 ആണ്. π/2 വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. π/2 - x അല്ലേ, π/2 ബേസ് ചെയ്താ അപ്പൊ ഫുള്ള് ഫംഗ്ഷൻ മാറും. എല്ലാ ഫംഗ്ഷനും ചേഞ്ച് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, എല്ലാം പോസിറ്റീവാ. ആൻസർ റൈറ്റ് സൈഡ് ആൻസർ എന്ന് പറഞ്ഞാൽ ഫുള്ള് പോസിറ്റീവാ. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്നത് ഫുള്ള് പോസിറ്റീവ് ആണ്. ഇനി ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും പോസിറ്റീവ് നമ്മൾ ഇടാറില്ലല്ലോ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, പോസിറ്റീവ് ഇടണ്ട. ഫുള്ള് പോസിറ്റീവ് ആണ്. ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. സൈൻ എന്നുള്ളത് കോസ് ആയിട്ട് മാറും. കോസ് π/2 x, കോസ് x വരും. ഇനി കോസ് π/2 - x വരുമ്പോൾ കോസ് മാറി സൈൻ ആവും, സൈൻ x എന്ന് കിട്ടും. നിങ്ങൾക്ക് സംശയമുള്ളവർ ഈ കോസ് x - y ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ടാൻ വരുമ്പോഴത്തേക്കും കോട്ടായിട്ട് മാറും, കോട്ട് x. കോട്ട് വരുമ്പോഴത്തേക്കും ടാൻ ആയിട്ട് മാറും, ടാന് x. സീക്ക് വരുമ്പോഴത്തേക്കും കൊസീക്ക് ആയിട്ട് മാറും, കൊസീക്ക് x. ഇനി കൊസീക്ക് വരുമ്പോഴത്തേക്കും സീക്ക് ആയിട്ട് മാറും, സീക്ക് x. കണ്ട് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കത് ഊഹിച്ചെഴുതാവുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചെഴുതിയാൽ മതി. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റാണ്, എല്ലാം പോസിറ്റീവാണ്. π/2 വന്നാണ് ഫംഗ്ഷൻ ചേഞ്ച്. അപ്പൊ നിങ്ങൾ ആദ്യം ചിഹ്നം ഇടുക, ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ടോ നോക്കിയിട്ട് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതൊരു സെറ്റ്. ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്ന 2π + x വെച്ചും ഇത് തന്നെ എഴുതാം. സൈൻ 2π + x, കോസ് 2π + x, ടാൻ 2π + x, കോട്ട് 2π + x, സീക്ക് 2π + x, കൊസീക്ക് 2π + x. 2π + x കംപ്ലീറ്റ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, എല്ലാം പോസിറ്റീവ്, ഫുള്ള് പോസിറ്റീവാണ്. പിന്നെ നോക്കുക, 2π വന്നാൽ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല. പയ്യെ 2π വരുമ്പോൾ നോ ചേഞ്ച്, ഫംഗ്ഷന് ചേഞ്ച് ഇല്ല, ചിഹ്നം മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഓൾ പോസിറ്റീവ് ആണ്, ഫുള്ള് പോസിറ്റീവാണ്. അപ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല. സൈൻ 2π + x എന്നാൽ സൈൻ x തന്നെ. ഈ ആദ്യത്തെ വരുന്ന ഒഴിവാക്കിയാൽ മതി, പയ്യെ 2π അത് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ സൈൻ 2π + x വരുമ്പോൾ സൈൻ x, കോസ് 2π + x വന്നാൽ കോസ് x, ടാൻ വരുമ്പോൾ ടാൻ x തന്നെ, കോട്ട് വന്നാൽ കോട്ട് x തന്നെ, സീക്ക് വന്നാൽ സീക്ക് x തന്നെ, കൊസീക്ക് വരുമ്പോൾ കൊസീക്ക് x. കണ്ടോ, ഒരു ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല, പോസിറ്റീവ് ആണ് എല്ലാം. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ 12 ഇക്വേഷനുമായി. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. ചിഹ്നം നോക്കുക, ഓൾ പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രന്റ്. പിന്നെ π/2 വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. സൈനും കോസും മാറും, ടാനും കോട്ടും മാറും, സീക്കും കൊസീക്കും പരസ്പരം മാറും. 2πയോ πയോ വന്നാൽ നോ ചേഞ്ച്, ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല, ചിഹ്നം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് ക്ലിയർ ആയോ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ π/2 - x-ഉം 2π + x ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കാം. സെക്കൻഡ് ക്വാഡ്രന്റിൽ π/2 + x ആണ്, 90+ ആണ്. അതുപോലെ 2π - x, π/2 + x-ഉം 2π അല്ല π - x-ഉം 180 കുറയണം, അല്ലെ 90 കൂടണം. 90 തൊട്ട് 180 വരെയാണല്ലോ സെക്കൻഡ് ക്വാഡ്രന്റ്, 90 തൊട്ട് 180 വരെ. അപ്പൊ 90 പ്ലസും 180 മൈനസും, π/2 + x-ഉം π - x-ഉം, അങ്ങനെ രണ്ടെണ്ണം. അപ്പൊ നമുക്കിവിടെ സൈൻ π/2 + x എല്ലാം പ്ലസ് ആക്കുന്നത്, എല്ലാം പ്ലസ് ആക്കി ആൻസർ എഴുതാൻ പോവാം. ആൻസർ ശ്രദ്ധിക്കണം, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, എസ് ആണ്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് സൈൻ x ആൻഡ് സൈൻ ആൻഡ് കൊസീക്ക് പോസിറ്റീവ്, സൈനും കൊസീക്കും AS സെക്കൻഡ് ക്വാഡ്രന്റിൽ S അല്ലേ, സൈനും
കൊസീക്കും സൈനാണ് മെയിൻ, പിന്നെ റെസിപ്രോക്കലായ കൊസീക്കും. സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവാണ്. അപ്പം നമുക്ക് സൈൻ പോസിറ്റീവാണ്, കോസ് നെഗറ്റീവാണ്, ടാൻ നെഗറ്റീവാണ്, കോട്ട് നെഗറ്റീവാണ്, സീക്ക് നെഗറ്റീവാണ്. സൈനും റെസിപ്രോക്കലായ കൊസീക്കും മാത്രമേ പോസിറ്റീവ് വരുന്നുള്ളൂ, ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. അപ്പം ചിഹ്നം ശ്രദ്ധിച്ചോണം, സൈനിനും കൊസീക്കിനും ഒഴികെ ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ഇടണം. ഇനി നമുക്ക് ആൻസർ ഇടാം. 5/2 വരുന്നുണ്ട്, ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. 5/2 വരുമ്പോൾ ചേഞ്ച് ഉണ്ട്, സൈൻ കോസ് ആവും. അപ്പോൾ സൈൻ 5/2 പ്ലസ് എക്സിന്റെ കോസ് എക്സ്, കോസ് 5/2 പ്ലസ് എക്സ് വരുമ്പോഴത്തേക്കും മൈനസ് സൈൻ എക്സ്. നെഗറ്റീവ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കോസ് വരുമ്പോൾ സൈൻ ആവും. ടാൻ വരുമ്പോൾ കോട്ട് ആവും, മൈനസ് ഉണ്ട്, മൈനസ് കോട്ട് എക്സ്. കോട്ട് വരുമ്പോൾ മൈനസ് ഓൾറെഡി ഉണ്ട്, ടാൻ എക്സ് ആവും. സീക്ക് വരുമ്പോൾ കൊസീക്ക് എക്സ് ആവും. കൊസീക്ക് വരുമ്പോൾ പോസിറ്റീവ് ആണ്, സീക്ക് എക്സ്. അപ്പം ഇവിടെയാണ് സൈൻ ഉണ്ട്. ആൻസറിന്റെ എസ് അല്ല നോക്കണ്ടേ, ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യനിലെ സൈനും കൊസീക്കും നോക്കണ്ടേ. ക്വസ്റ്റ്യനിലെ സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ്. നമ്മൾ സൈൻ ഇട്ടിട്ടേ ആൻസർ എഴുതുന്നുള്ളൂ. ഇനി അടുത്തത് പൈ മൈനസ് എക്സ് അല്ലേ, അപ്പൊ അടുത്തത് പൈ മൈനസ് എക്സ് ആണ്. നമുക്ക് നോക്കാം പൈ മൈനസ് എക്സിന്റെ സൈൻ പൈ മൈനസ് എക്സ്, കോസ് പൈ മൈനസ് എക്സ്, ടാൻ പൈ മൈനസ് എക്സ്, കോട്ട് പൈ മൈനസ് എക്സ്, സീക്ക് പൈ മൈനസ് എക്സ്, കൊസീക്ക് പൈ മൈനസ് എക്സ്. അപ്പൊ ആൻസറും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, പൈ മൈനസ് എക്സും സെക്കൻഡ് ക്വാഡ്രന്റാണ്, സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ്. കോസ് നെഗറ്റീവ്, ടാൻ നെഗറ്റീവ്, കോട്ട് കൊസീക്ക് ഇവിടെ ഇട്ട പോലെ തന്നെ അത് 4 നെഗറ്റീവ് വരും. ഇതൊക്കെ ഇവിടെ പൈ ആണ്. പൈ വരുമ്പോൾ നോ ചേഞ്ച്, ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല, സൈൻ സൈൻ തന്നെയായിട്ട് നിൽക്കും. ഇപ്പൊ സൈൻ പൈ മൈനസ് എക്സിന് സൈൻ എക്സ് തന്നെ. കോസ് പൈ മൈനസ് എക്സ് വെച്ചാൽ മൈനസ് ഓൾറെഡി ഉണ്ട്, കോസ് എക്സ് തന്നെ. ടാൻ വരുമ്പോൾ മൈനസ് ടാൻ എക്സ്, കോട്ട് വരുമ്പോൾ മൈനസ് കോട്ട് എക്സ്, സീക്ക് വരുമ്പോൾ മൈനസ് സീക്ക് എക്സ്, കൊസീക്ക് വരുമ്പോൾ കൊസീക്ക് എക്സ്, മൈനസ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നോ ചേഞ്ച് ആയതുകൊണ്ട് ഫംഗ്ഷൻ അതേപടിക്ക് നിൽക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വാർട്ടറിൻ്റെ കാര്യം. ഇത് രണ്ട് കിട്ടിയാൽ നിങ്ങൾ തേർഡും ഫോർത്തും ഓട്ടോമാറ്റിക്കലി വേണം തന്നെ എഴുതാം, അത്രയ്ക്ക് എളുപ്പമാണ്. കാരണം ഈ ഒരു കാര്യം ഓർത്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ 48 ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. നമുക്ക് തേർഡും ഫോർത്തും കൂടെ, തേർഡ് ക്വാഡ്രന്റ് വരുമ്പോഴത്തേക്കും ഇവിടെ തേർഡ് ക്വാഡ്രന്റില് 3π/2 270 നിന്ന് കുറയ്ക്കുമല്ലേ, 3π/2 മൈനസ് എക്സ് ഉണ്ട്, 180 നിന്ന് കൂടുക, 5 + x ഉണ്ട്. 3π/2 മൈനസ് എക്സും 5 + x രണ്ടെണ്ണം ഉള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം AST തേർഡ് ക്വാഡ്രന്റിൽ ടി ആ, ടാനും കോട്ടും പോസിറ്റീവ്, ടാൻ കോട്ട് പോസിറ്റീവ്, ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി കംപ്ലീറ്റ് നെഗറ്റീവാണ്. അപ്പൊ നമുക്ക് 3π/2 മൈനസ് എക്സ് എഴുതാം. sin 3π/2 minus x, cos 3π/2 minus x, tan 3π/2 minus x, cot 3π/2 minus x, sec 3π/2 minus x, cosec 3π/2 minus x equal to. സെക്കൻഡ് തേർഡ് ക്വാഡ്രന്റ് ആണ്, ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ടി അല്ലേ, ടാനും റെസിപ്രോക്കലായ കോട്ടും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. അപ്പം ടാനിനും കോട്ടിനും ഒഴികെ ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ഇട്ടേക്കാം, അതാദ്യം ഇട്ടേക്കാം. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും ഒഴികെ ബാക്കിയെല്ലാം നെഗറ്റീവാണ്. ഈ 3π/2 വന്നാൽ ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്, പറഞ്ഞായിരുന്നല്ലോ. π/2 3π/2 വരുമ്പോൾ ചേഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് ചേഞ്ച് ഇടാം. സൈൻ വരുമ്പോഴത്തേക്കും മൈനസ് കോസ് എക്സ്, കോസ് വരുമ്പോഴത്തേക്കും മൈനസ് സൈൻ എക്സ്, ടാൻ വരുമ്പോൾ പോസിറ്റീവ് ആണ്, പക്ഷെ കോട്ട് എക്സ് ആയിട്ട് മാറും. കോട്ട് വരുമ്പോൾ ടാൻ എക്സ്, സീക്ക് വരുമ്പോൾ കൊസീക്ക് എക്സ്, മൈനസ് കൊസീക്ക് എക്സ്, കൊസീക്ക് വരുമ്പോൾ മൈനസ് സീക്ക് എക്സ്, ഇങ്ങനെ മാറും. ഇവിടെ നമുക്ക് പൈ പ്ലസ് എക്സ് ആ, പൈ പ്ലസ് ആക്കിയാൽ മതി. പ്ലസ് ഇവിടെ ക്വാഡ്രന്റിന്റെ ചിഹ്നം നോക്കുക, പൈ ആയതുകൊണ്ട് ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല. ടാനും കോട്ടും ഒഴികെ ബാക്കി ഫുള്ള് നെഗറ്റീവ്, ഇത് രണ്ട് നെഗറ്റീവ്, ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കി രണ്ട് നെഗറ്റീവ്. ഈ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല, പൈ വരുമ്പോൾ ചേഞ്ച് ഇല്ലല്ലോ. അപ്പൊ മൈനസ് സൈൻ എക്സ്, മൈനസ് കോസ് എക്സ്, ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ടാൻ എക്സും കോട്ട് എക്സും വരും. സിക്ക് പൈ പ്ലസ് എക്സ് വരുമ്പോൾ മൈനസ് സീക്ക് എക്സ് വരും. കൊസിക്ക് പൈ പ്ലസ് എക്സ് വരുമ്പോഴത്തേക്കും മൈനസ് കൊസീക്ക് എക്സ് വരും. തേർഡ് ക്വാഡ്രന്റ്, ഇത്രയുള്ളൂ തേർഡ് ക്വാഡ്രന്റ്. ചിഹ്നം നോക്കാം. ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ, ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോഴത്തേക്കും 270 പ്ലസ് ആ. ഫോർത്ത് ക്വാഡ്രന്റ് വരുമ്പോഴത്തേക്കും 3π/2 പ്ലസ് എക്സും വരും, 2π മൈനസ് എക്സും വരും. രണ്ടെണ്ണോ
2π മൈനസ് എക്സ്. 3π/2 പ്ലസ് എക്സ്. 270 പ്ലസും വരും 360 മൈനസും വരും. 2π മൈനസ് എക്സ്. ഈ രണ്ടെണ്ണമാണ് അവിടെ നാലാമത്തെ ക്വാഡ്രന്റിൽ ASTC കോസ. കോസും റെസിപ്രോക്കലായ സിക്കും പോസിറ്റീവ്, ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. അപ്പോൾ നമുക്കിതിൽ 3π/2 പ്ലസ് എക്സ് ആക്കാം. 3π/2 പ്ലസ് എക്സ് അങ്ങനെ ആക്കാം. ഇനി നമുക്ക് ചിഹ്നം നോക്കാം. ഫോർത്ത് ക്വാഡ്രന്റാണ്. കോസും സിക്കുവേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി നെഗറ്റീവാണ്. സൈൻ നെഗറ്റീവാണ്, കോസ് പോസിറ്റീവ്. ടാനും കോട്ടും നെഗറ്റീവാണ്, സിക്ക് റെസിപ്രോക്കലാണ്, അത് പോസിറ്റീവ്. കോസിക്കും നെഗറ്റീവ്. ഇനി നോക്കേണ്ടത് 3π/2 ആണ്. 3π/2 വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. സൈൻ എന്നുള്ളത് കോസ് ആകും, കോസ് എന്നുള്ളത് സൈൻ ആകും. ടാൻ എന്നുള്ളത് കോട്ടെക്സ് മൈനസ് കോട്ടെക്സ്, കോട്ട് വരുമ്പോൾ മൈനസ് ടാൻ എക്സ്. സീക്ക് എന്ന് വരുമ്പോൾ കൊസീക്ക് എക്സ്, കൊസീക്ക് വരുമ്പോഴത്തേക്ക് മൈനസ് സീക്ക് എക്സ്. കണ്ടോ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് 2π മൈനസ് എക്സ് അല്ലേ. 2π മൈനസ് എക്സ് എല്ലായിടത്തും 2π മൈനസ് എക്സ് ആക്കി. കണ്ടോ, എല്ലായിടത്തും 2π മൈനസ് എക്സ് ആക്കി. അവിടെ ടാനും കോട്ട് അല്ല കോസും സിക്കും മാത്രം പോസിറ്റീവ്, സൈൻ നെഗറ്റീവ്, കോസ് പോസിറ്റീവ്, ടാനും കോട്ടും നെഗറ്റീവ്, സിക്ക് പോസിറ്റീവ്, കോസിക്ക് നെഗറ്റീവ്. 2π ആയിരുന്നു നോ ചേഞ്ച്, ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല. അപ്പം സൈൻ 2π മൈനസ് എക്സിന് മൈനസ് സൈൻ എക്സ്. കോസ് വരുമ്പോൾ പോസിറ്റീവ് കോസ് എക്സ്. ടാൻ 2π മൈനസ് എക്സ് വരും മൈനസ് ടാൻ എക്സ്. കോട്ട് 2π മൈനസ് എക്സ് വരും മൈനസ് കോട്ട് എക്സ്. സിക്ക് വരുമ്പോൾ സീക്ക് എക്സ് തന്നെ വരും, പോസിറ്റീവാ. കൊസീക്ക് വരും മൈനസ് കോസീക്ക് എക്സ്. ഇങ്ങനെ 48 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ട്രിക്ക് മനസ്സിലായില്ലേ? അപ്പോൾ π/2 3π/2 വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. സൈൻ കോസ് ആവും, കോസ് സൈൻ ആവും. അതുപോലെ ടാനോ കോട്ടോ സീക്കോ കോസിക്ക്. പിന്നെ ശ്രദ്ധിക്കേണ്ട ASTC ചിഹ്നം നോക്കുക. ഓരോ ക്വാർട്ടറിനും നോക്കി ചിഹ്നം നോക്കുക, എന്നിട്ട് എഴുതിയാൽ മതി. അപ്പം അങ്ങനെ ഇനി നിങ്ങൾക്കൊരു ഇങ്ങനെ ഇല്ലാതെ ജനറലായിട്ട് നിങ്ങളോട് ഒരെണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളോടിപ്പം ടാൻ 3π/2 മൈനസ് എക്സ് കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടാൻ 3π/2 മൈനസ് എക്സ് കാണാൻ പറഞ്ഞാൽ ഉടനെ നിങ്ങൾ 3π/2 അടയാളപ്പെടുത്തുക. 3π/2 270 അല്ലേ. ഇത് 0, 90, 180, 270. ഇതാണ് 3π/2. 3π/2 മൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയല്ലേ പോകുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്. 3π/2 മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഇവിടെ വരും. 3π/2 ഇവിടെ വരെ കുറയുമ്പോൾ ഇങ്ങോട്ട് പോകും. 3π/2 മൈനസ് എക്സ്. 3π/2 മൈനസ് എക്സ് തേർഡ് ക്വാഡ്രന്റിലാണ്. തേർഡ് ക്വാഡ്രന്റിൽ AST ടാൻ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ ടാനിൻ്റെ ആൻസർ അല്ലേ ചോദിച്ചിരുന്നത്. ടാനിൻ്റെ ആൻസർ ചോദിച്ചിരുന്നത് പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ പോസിറ്റീവ് ആണല്ലോ, പോസിറ്റീവ് എന്നിടുക. പിന്നെ നോക്കാം ടാൻ 3π/2 ആണ്. 3π/2 വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ട്. ടാൻ എന്നുള്ള കോട്ടാകും, കോട്ടെക്സ് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ കോട്ടെക്സ് വരും. ഇങ്ങനെ എഴുതാം, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതുപോലെ കോസ് π മൈനസ് എക്സ് ചോദിച്ചാൽ, കോസ് π മൈനസ് എക്സ് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ പൈ അടയാളപ്പെടുത്തുക. ഇത് 0 π/2 ഇവിടെ പൈ വന്നിട്ടുണ്ട്. പൈ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ പുറകിലോട്ട് പോകും. ഇവിടെ π മൈനസ് എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനാണ് പോസിറ്റീവ്. സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് കോസ് നെഗറ്റീവ് വരും. സൈനേ അവിടെ പോസിറ്റീവ്, കോസ് നെഗറ്റീവാണ്. പൈ വന്നുകൊണ്ട് ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല, മൈനസ് കോസ് എക്സ്. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പം അത് അങ്ങനെ ഏത് ഈ 48 ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എഴുതാം. മനസ്സിലായാലും ഇത് നന്നായിട്ട് പഠിക്കുക. അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്തുള്ളത്. നിങ്ങൾ ശരിക്കും പഠിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു.